നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ ഈ പ്ലൈവുഡ് വെച്ചിട്ട് നമ്മൾ ഫർണിഷ് ചെയ്തിട്ടുണ്ടാവും. കബോർഡുകളോ അല്ലെങ്കിൽ ക്യാബിനറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഈ പ്ലൈവുഡിന്റെ ഷീറ്റുകൾക്ക് ബെൻഡ് വന്നിട്ടുണ്ടാവും, ഡോറിനെയോ അല്ലെങ്കിൽ ഡോറിന്റെ ബാക്കിലൊക്കെ. അത് മെയിൻ ആയിട്ട് ഈ സൈസും തിക്നെസ്സും കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് ഈ ബെൻഡ് വരുന്നത്. ഈ പ്ലൈവുഡ് ഷീറ്റുകൾ മെയിൻ ആയിട്ട് വരുന്ന സൈസുകൾ ഇതൊക്കെയാണ്. അതിൽ 8x4 ആണ് ഷോപ്പുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടാവുന്ന ഒരു സൈസ്. അതാണ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള സൈസ്. തിക്നെസ് വരുമ്പോൾ ഇതൊക്കെയാണ് തിക്നെസ് വരുന്നത്. അതിൽ 16 mm ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തിക്നെസ്. ബാക്കി എല്ലാ സൈസുകളും തിക്നെസ്സുകളും അവൈലബിൾ ആണ്, റിക്വയർമെന്റിനനുസരിച്ചാണെന്ന് മാത്രം. പിന്നെ ഈ ഷീറ്റുകൾക്ക് ബെൻഡ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് വിനീർ അല്ലെങ്കിൽ മൈക്ക ഒട്ടിക്കുക എന്നുള്ളത്. രണ്ട് സൈഡിലും സെയിം തിക്നെസ്, ബോർഡുകളുടെ രണ്ട് സൈഡിലും സെയിം തിക്നെസ് മൈക്ക ഒട്ടിക്കുകയാണെങ്കിൽ കുറെയൊക്കെ ബെൻഡുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കമ്പനികൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഹൈറ്റ് പ്ലൈവുഡിന്റെ 5 അടിയാണ്. 5 അടിക്ക് മുകളിൽ ഹൈറ്റിൽ നമ്മൾ ഫർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കമ്പനികൾ ഒരിക്കലും വാറണ്ടി തരില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു ബോർഡ് എടുക്കാനും അത് ഫർണിഷ് ചെയ്യാനും ഒക്കെ. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം.